ചിക്കൻ ഫ്രൈ. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും നല്ല കളർഫുള്ളായിട്ടിരിക്കാൻ കാശ്മീരി മുളക് പൊടിയും നല്ല എരിവ് കിട്ടാൻ എരിവുള്ള മുളക് പൊടിയും പിന്നീട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ ജീരകം മുഴുവനായി ചതക്കാതെ അങ്ങനെ തന്നെ ഇടുന്നത് നല്ല ടേസ്റ്റാണ്. അതും കൂടി ഇടാം. എന്നിട്ട് വെള്ളമൊന്നും കൂട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർക്കാൻ ഞാനത് മറന്നുപോയി. എല്ലാം ചേർത്തതിന് ശേഷം കോൺഫ്ലവർ പൊടി കൂടി ചേർക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്നതാണ്. കുട്ടികളുടെ ഇഷ്ടത്തിന് വേണ്ടി നമുക്ക് കുറച്ച് മന്തി മസാല കൂടി ചേർക്കാം. അവർക്ക് അതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പകുതി വേവായതിനു ശേഷം പച്ചമുളക് നീളത്തിലരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ലൊരു മണവും ഗുണവും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.